വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം തെറ്റോ? ഓ എന്ത് ചോദ്യം നോക്കിയേ, നിനക്കൊന്നിനും കുഴപ്പമില്ല. ലവ് മാരേജ് 80% പരാജയമാണ്. അപ്പൊ ഇന്നലെ എന്റെ വീട്ടിൽ ചായ കുടിക്കാൻ 2 ചെറുക്കന്മാര് വരുന്നു. ആ ചെറുക്കൻ എന്നെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ഞങ്ങളുടെ കല്യാണം നടത്തുന്നു. ഇതിലെന്തെങ്കിലും യോജിക്കുള്ള? എനിക്കിപ്പോ തോന്നുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും പ്രശ്നമല്ല. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതേ. ഹായ്, ഞാൻ ആതിര. ഞാൻ ഒരു ജേർണലിസം സ്റ്റുഡന്റ് ആണ്. ഞാൻ ശ്രീകല, ഹൗസ് വൈഫ്, ഈ ആതിരയുടെ അമ്മ. ഞങ്ങൾ ഇന്നിവിടെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മിത്ത് ബേഴ്സ്റ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അമ്മയുടെ അഭിപ്രായം പറയും, ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അവസാനം ഇവിടെ തല്ലാവും, അറിയില്ല, നമുക്ക് കണ്ടുനോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇച്ചിരി എളുപ്പമാണ്. 23-25 എന്ന പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒരു അത്യാവശ്യമോ? ഞാൻ പറയണേ 26 വയസ്സൊക്കെ ആയിട്ട് കെട്ടിയാൽ മതി. അവർക്ക് ജോലിക്ക് പഠിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക. ഞാൻ പറയും ഇങ്ങനെ ഒരു പ്രായം അതിന്റെ ആവശ്യമില്ല. 23 ആണെങ്കിലും 25 ആണെങ്കിലും 26 ആണെങ്കിലും ഒരു പ്രായത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്നാണോ കല്യാണം കഴിക്കാൻ താല്പര്യം, അത് 30 ആണെങ്കിലും 50 ആണെങ്കിലും അപ്പൊ കല്യാണം കഴിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ജോലിയില്ല, പഠിക്കാനും മോശമാണെങ്കിൽ 18 വയസ്സിൽ ഇട്ടുചേരാം. അതല്ല, പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പഠിക്കട്ടെ. പഠിച്ച് ജോലി മേടിച്ചതിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കണ ആ സമയത്താണ് കല്യാണമൊക്കെ മതി എന്നുണ്ടെങ്കിൽ. കല്യാണം വേണ്ടെന്നാണെങ്കിലും വിവാഹത്തിന് ശേഷം സ്വയംഭോഗം ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പൊ വിവാഹം കഴിഞ്ഞ് വരുമ്പോ അവര് 2 വ്യക്തികൾ തമ്മിൽ ചിലപ്പോ അവരുടെ ആ സ്വകാര്യ നിമിഷത്തിൽ ചിലപ്പോൾ സംതൃപ്തി ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ 2 കൂട്ടർക്കിൽ ആർക്കായാലും അവർക്ക് ചിലപ്പോൾ സ്വയംഭോഗത്തിലൂടെ ആയിരിക്കും ഒരു സംതൃപ്തി കിട്ടുക. അതിപ്പോൾ അവർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, എല്ലാം കുഴപ്പം. വിവാഹത്തിന് മുന്നാണെങ്കിലും വിവാഹത്തിന് മുമ്പിൽ ഇപ്പൊ പുരുഷന്മാരൊക്കെ അത് ഒരു പ്രകൃതി നിയമമാണ്. അതൊക്കെ എന്ത് ചോദ്യം? പെൺകുട്ടികൾ ചെയ്യുന്നതിലും അത് ആൺകുട്ടികളാണ് കൂടുതൽ. പെൺകുട്ടികളെ ചുരുക്കം ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. 100% അമ്മ പറയുന്നതാണ് എനിക്കും പറയാനുള്ളത്. ഇതൊരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. എനിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. ആഫ്റ്റർ മാരേജ് ആണെങ്കിലും അല്ലെങ്കിലും ഇഷ്ടമുള്ള പോലെ മാസ്റ്റർബേറ്റ് ചെയ്യുക, അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഇത്ര പ്രോഗ്രസീവായി ചിന്തിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ശോകമാവാതിരുന്നാൽ മതിയായിരുന്നു. വിവാഹശേഷം കുട്ടികൾ എന്നൊരു ചോയ്സ് ആണ്, നിർബന്ധമല്ല. നിർബന്ധമാണ്. അതെന്തിനാണ് നിർബന്ധം പറയുന്നത്? അത് ഏത് അച്ഛനമ്മമാരെ ആഗ്രഹിക്കുന്നതാണ്. അവരുടെ മകളോ മകനോ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് വേണമെന്നുള്ള അവരുടെ ആഗ്രഹമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മക്കളുടെ തലയിൽ കെട്ടിവെക്കാവോ? ഒരു കുട്ടി എന്നുള്ളത് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു, എനിക്കൊരു കുട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് കുട്ടി ഉണ്ടാവില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്റെ തലയിൽ ഞാൻ എന്റെ പേഴ്സണൽ കാര്യത്തിലിട്ട് കുട്ടി പറയുന്നത് ഞാൻ പറയാണ്. ഇപ്പൊ കുട്ടികൾ വേണ്ടാന്നുണ്ടെങ്കിൽ കുട്ടികൾ വേണ്ട, ഇതിനപ്പുറം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്റെ കരിയർ ഇപ്പോ അല്ലെങ്കിൽ ആ 2 വ്യക്തികളുടെ ഇടയിലുള്ള സ്പേസ് ആണ് അവർക്ക് താല്പര്യമെങ്കിൽ അതാണ് വേണ്ടതല്ല. അതൊരു കുട്ടി അവിടെ കയറി വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ കുട്ടി വേണ്ടാന്നേ പറയുള്ളൂ. അതൊരു ചോയ്സ് ആണ്, അതൊരിക്കലും ഒരു നിർബന്ധം. അങ്ങനെ ഞാനും സന്തോഷമാണ് തീരുമാനിച്ചെങ്കിൽ ഇന്ന് നീ ഉണ്ടാവും ഇത് പറയാൻ. കുട്ടികൾ ഉണ്ടാവണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവണ്ട, നിങ്ങൾ ഫോഴ്സ് ചെയ്യണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. തല്ലുപിടിക്കാനല്ലേ അടുത്ത ക്വസ്റ്റ്യൻ. അതങ്ങനെയാണ്. കുട്ടികൾ വേണ്ടെങ്കിൽ കുട്ടികൾ വേണ്ട, നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത്. ഞാൻ എടുക്കുമായിരുന്നു. ഡിവോഴ്സ് നോർമലൈസ് ചെയ്യുന്നത് അത്യാവശ്യം. അതൊന്നും അത്യാവശ്യമല്ല. ഇപ്പൊ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും പ്രശ്നങ്ങൾ. പറ്റില്ല എന്ന് അറിയുമ്പോൾ മാത്രം ഡൈവോഴ്സ് ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല, 1 കണ്ട് 2ാമത്തേന് പോയി ഡൈവോഴ്സ് ആണ്. അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഡിവോഴ്സ് നോർമലൈസ് ചെയ്യുന്നത് തെറ്റാണോ ചോദിക്കുന്നത്? ഡിവോഴ്സ് എപ്പോഴും ഒരു ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് പോവാം. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ്ങും ടോക്സിറ്റിയും രണ്ടാണല്ലോ. ഒരു റിലേഷൻ എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഡിവോഴ്സ് തന്നെ ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് മീജി. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതെന്താ ഇപ്പൊ 2 ആൾക്കാർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് എത്ര നാള് രണ്ടുപേരും നോക്കിയിട്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെ ഇപ്പൊ ഭർത്താവും ഭാര്യയും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോകും. പക്ഷെ ഇവിടെയൊക്കെ എപ്പോഴും കാണുന്നത് ഭാര്യമാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ അല്ലേ നമ്മൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ തന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഉള്ള, ആണുങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അവൻ ഡിവോഴ്സ് ചെയ്യാൻ അടുത്ത് കല്യാണം കഴിക്കാം, നോ ഇഷ്യൂസ്. പക്ഷെ പെൺകുട്ടികൾ ഡിവോഴ്സ് ആയി പിന്നെയും കല്യാണം കഴിക്കുമ്പോൾ
കല്യാണം അടുത്തത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കും. സോ ഡിവോഴ്സ് നോർമലൈസ് ചെയ്ത് ഈ പറച്ചിൽ നിൽക്കൂലേ? വിവാഹ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം. അത് ശരിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല. എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി ഞാൻ എല്ലാം പണിയെടുക്കണം. എൻ്റെ ഭർത്താവ് ഒരു പണിയും ചെയ്യില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് രണ്ടു കൂട്ടരും ജോലി എടുത്താലാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും ജോലിക്കാരാണെങ്കിൽ രണ്ടു കൂട്ടരും ജോലി ചെയ്യാം. ഇപ്പൊ സ്ത്രീയും പുരുഷനും ജോലിക്ക് പോകുന്നുണ്ട്. ചില വീടുകളിൽ മാത്രം പുരുഷൻ പോകണം, സ്ത്രീ പോണില്ല. പക്ഷെ അപ്പൊ ആ വീട്ടിലെ ജോലി മുഴുവനും സ്ത്രീ എടുക്കും. അപ്പൊ സ്ത്രീ പോകുന്നുണ്ട്, പുരുഷൻ പോകുന്നില്ലെങ്കിൽ അവിടെ സ്ത്രീ കുറെ പണിയൊക്കെ ചെയ്തിട്ട് പോകും. പിന്നെയുള്ള പണികളൊക്കെ പുരുഷൻ ചെയ്യും. അതെന്താ സ്ത്രീക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവാ, പുരുഷൻ രാവിലെ എഴുന്നേറ്റ് കറി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, എന്തൊരു ചിലയിടത്തൊക്കെ ചെയ്യണ്ടാവും. അല്ല അത് നല്ലതല്ലേ? നല്ല കാര്യമാണ്. ഭാവിയിൽ ചിലപ്പോ ഞാൻ കല്യാണം കഴിക്കുന്നപ്പോ എനിക്ക് ഈ ഒരു ജോലിയുള്ള ചെറുക്കനെ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ വീട്ടിലെ എല്ലാ പണി എടുക്കണം. അത് നോർമൽ അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടുപേരും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഈക്വൽ പാർട്ടിസിപ്പേഷൻ വേണം. ഇങ്ങനെ ഒരാൾ മാത്രം ഒരുപാട് ചെയ്യുക ശരിയല്ല. ഞാൻ അടുത്ത ചോദ്യം എടുത്തോട്ടെ. അബോർഷൻ ഒരു ശരിയോ തെറ്റോ? അത് മഹാപാപമാണ്. തെറ്റല്ല, മഹാപാപമാണ്. അത് കല്യാണത്തിന് മുമ്പാണെങ്കിലും തെറ്റ് തന്നെയാണ്. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്. രണ്ടുപേര് ആക്സിഡന്റലി ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി അപ്പൊ പുറത്തേക്ക് വന്ന ആ കുട്ടിയുടെ ജീവിതവും പ്രശ്നവും ഇവരുടെ ജീവിതവും പ്രശ്നവും. അത് പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാല്ലേ ചെയ്യാം. ഇത് പോണേക്ക് മുൻപ് ആലോചിച്ചില്ലേ? ഇത് മനുഷ്യ സഹജമാണ്. ഇത് ഒരു കുട്ടിയൊക്കെ ചിലപ്പോ ഉണ്ടായിന്നിരിക്കാൻ, ചിലപ്പോ ഉണ്ടാവാതെ. അതിനോടൊന്നും ഞാൻ യോജിക്കില്ല. പഠിക്കാൻ വിടുമ്പോ പഠിക്കാൻ പോവാ. ഇതിപ്പോ കല്യാണത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ആ കുട്ടി പുറത്തേക്ക് വരുന്ന പ്രശ്നമാണെങ്കിൽ ആ കുട്ടീനെ പഠിക്കാൻ പോവാണോ എന്നൊരു സംശയം. ഇത് വെറും ഇത് കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. അമ്മ എന്നെ വെച്ച് കമ്പയർ ചെയ്യില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ അബോർഷൻ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പ്രശ്നങ്ങൾ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണെങ്കിൽ അബോർഷൻ ചൂസ് ചെയ്യേണ്ട ഒരു മാർഗം തന്നെ. എനിക്കിപ്പോ തോന്നുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും പ്രശ്നമല്ല. അത് കുറച്ചുകൂടി ഇതായിട്ട് പറയുന്നത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും. അതങ്ങനെ നമ്മള് ഇങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമ്മമാർക്ക് ഒന്നും യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ പാട്രിയാർക്കിയിൽ ജീവിക്കുകയാണ് ആണെന്ന് വിചാരിച്ചോ? ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോ സെൽഫ് ആയിട്ട് എനിക്ക് വില കൊടുക്കും. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും അതിനെപ്പറ്റി. നമ്മൾ ഇന്ത്യൻ കൾച്ചർ മാറ്റേണ്ടിയിരിക്കുന്നു. അറേഞ്ച്ഡ് മാരേജിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ലവ് മാരേജ് ആണ്. അത് 100% തെറ്റാ. ലവ് മാരേജ് 80% പരാജയമാണ്. കാരണം അവർക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. മറ്റുള്ളവർ നമ്മൾ തന്നെ അതൊക്കെ വിചാരിക്കണം. ഓക്കെ, വീട്ടുകാര് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ ഏതോ ഒരു ദിവസം ചായ കൊണ്ടുവന്ന ചായ കുടിക്കാൻ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടുകാരുണ്ടാവും. ഈ പ്രശ്നം ഒട്ടും അറിയാത്ത ഒരു മനുഷ്യന്റെ കൂടെ പോകുന്ന തന്നെ എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ്. ഇന്നലെ എന്റെ വീട്ടിൽ ചായ കുടിക്കാൻ 2 ചെറുക്കന്മാര് വരുന്നു. ആ ചെറുക്കൻ എന്നെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ഞങ്ങളുടെ കല്യാണം നടത്തുന്നു. ഇതിലെന്തെങ്കിലും യോജിക്കുള്ള ലവ് മാരേജ് ആകുമ്പോൾ 3-4 ദിവസം ഡേറ്റ് ചെയ്ത് പിന്നെ ഒരു 5-6-8 മാസം പ്രണയിച്ച് ഞങ്ങൾ നോക്കി. ഓഫ്കോഴ്സ് വിഷമം വന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ആരും ഉണ്ടാവില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി ഒച്ചപ്പാടും ബഹളായി അങ്ങനെ അത് എന്തിനും കുറ്റം കണ്ടെത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത ആൾക്കാരെ കൂടെ ഇറങ്ങിച്ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി അവരെ വീട്ടുകാരുടെ ചീത്തയും വിളി കേൾക്കുന്നതിനും ഭേദം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെ ജീവിക്കുന്നതല്ലേ. ഞാൻ അതിനോട് അമ്മയുടെ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച്ഡ് മാരേജ്? ലവ് മാരേജ് ആണ്. പണ്ട് സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്ന കാലത്താണ് ഇതൊന്നും പറ്റാതിരുന്നത്. ഇപ്പൊ ഞങ്ങളും വർക്കിംഗ് ആണ്, നമ്മളും വർക്കിംഗ് വുമൺ ഉണ്ട്, നമുക്ക് ഒരുപാട് ഡ്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കല്യാണമാണ് മെയിൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുമ്പോഴാണ് അതൊരു പ്രശ്നമായി വരുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഓഫ്കോഴ്സ് ലവ് മാരേജസ് ക്യാൻ ബി എ തിങ്. ശരിക്കും ഹാപ്പി ആവാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ മനസ്സിലാക്കി ലവ് മാരേജ് 50% പരാജയമായിരിക്കും. ഓൾഡ് ജനറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കും. ഓക്കെ, വിവാഹത്തിന് ശേഷം വീട് പണിയും പെൺമക്കളും, വീട്ടു ജോലിയും പെൺമക്കളും. വിവാഹത്തിന് മുൻപ് തന്നെ പെൺമക്കളെ വീട്ടിലെ പണികളൊക്കെ എടുത്ത് പഠിച്ചോളണം.
ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് പോയി അവിടെ ചെയ്യാനുള്ള പണിയൊന്നുമല്ല ഈ പറയണത്. നിങ്ങൾക്ക് ജോലി കിട്ടി എവിടെയെങ്കിലും ചെന്നിട്ട് ഹോസ്റ്റലിൽ കിട്ടിയില്ല, ഒരു വീട്ടിൽ ചെല്ലാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഫുഡ് വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ പണി അറിയാണ്ടിരുന്ന് പോയി വിട്ട് അല്ല ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് ഭർത്താവിന്റെ കാര്യം, ഭർത്താവിന്റെ വീട്ടുകാരുടെ കാര്യം, എല്ലാ കാര്യം പെൺമക്കൾ തന്നെ നോക്കുന്ന ആ സിസ്റ്റം ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം പറഞ്ഞത് ഭർത്താവിന്റെ കാര്യം വീട്ടിലുള്ള കാര്യമൊക്കെ നോക്കണം. അത് ഭർത്താവിനും വീട്ടിലുള്ള ആൾക്കാർക്ക് നോക്കിക്കൂടെ? എല്ലാവരും കൂടി നോക്കണം. അത് നിന്റെ കടമയാണ്. ഭർത്താവിന്റെ കാര്യം നോക്കണം, ഭർത്താവിന്റെ അച്ഛനെ അമ്മേനെയൊക്കെ നോക്കണം, നിന്റെ കടമയാണ്. എന്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് ഭർത്താവിന് നോക്കിക്കൂടാ? എനിക്ക് ചോറ് വെച്ച് തരാം, എനിക്ക് കറി വെച്ച് തരാം, എന്റെ തുണികൾ അലക്കുക. മ്യൂച്വലി ഞാൻ അയാൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഓഫ് കോഴ്സ് എനിക്ക് വേണ്ടി ചെയ്തു തരാം. അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എന്റെ തുണി തിരുമിക്കില്ല, ഒന്നും ചെയ്യിക്കില്ല. അത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു വർത്തമാനമാണ്. പണിയെടുക്കാന്ന് പറഞ്ഞ ഒരു ബേസിക് ലൈഫ് സ്കില്ലാണ്. അത് ഏത് ജെൻഡറിലുള്ള ആൾക്കാരും പണിയെടുത്തേ പറ്റും. ഇപ്പൊ വിവാഹത്തിന് ശേഷം എല്ലാ പണികളും പെൺകുട്ടികളുടെ തലയ്ക്ക് ഇപ്പൊ ഇന്ന് തന്നെ വീട്ടിലിരിക്കുവാണെങ്കിൽ, ഞാൻ ഒരു പണിയെടുത്തില്ല വെറുതെ കുത്തിരിക്കുകയാണെങ്കിൽ അമ്മ വരും, നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടതല്ലേ, നീ എന്തിരിപ്പായിരിക്കുന്നതൊക്കെ ചോദിക്കുന്ന നേരം. പക്ഷെ അത് ഭയങ്കര ഒരു ടോക്സിക് ചോദ്യമാണ്. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അതിനിപ്പൊ ഏത് വീട്ടില് കയറി ചെന്നാലും അവർക്ക് രണ്ടുപേരും ജോലിക്കാരായിരിക്കുള്ളൂ. പരസ്പരം അവരറിഞ്ഞു. ഇവിടെ ഇപ്പോഴും കാണുന്നത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ എല്ലാ പണിയും ചെയ്തു വെച്ച് ജോലിക്ക് പോയി തിരിച്ചു വരുന്നു. പിന്നെ ഭർത്താവ് വരുമ്പോൾ പിന്നെയും ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, മക്കളുടെ കാര്യം നോക്കുന്നു. ഭർത്താക്കന്മാർ വെറുതെ ലാപ്ടോപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് എവിടെയും കാണുന്നത്. പല സിനിമകൾ വരെ അതിനെ വളരെ ഭയങ്കരമായിട്ട് നോർമലൈസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കല്യാണത്തിന് ശേഷം വീട്ടുപണി ഒരുപോലെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്നല്ലേ പറയേണ്ടത്? അതല്ലേ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? പെൺമക്കളെ മാത്രം എടുത്ത് പറയേണ്ടതല്ലല്ലോ. ശരിയാണ്, അത് നമുക്കൊന്നും പറയാനില്ല. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഞാൻ നോക്കട്ടെ. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം തെറ്റോ? എന്ത് ചോദ്യം നോക്കിയേ. ഇങ്ങനെ ഇവള് മാത്രം ചോദിക്കുള്ളൂ. നീ എന്തൊന്നും ചോദിക്കണത്? ഞാൻ ഉണ്ടാക്കിയ ചോദ്യങ്ങളല്ല, ഞാൻ പറയണേ. കുഞ്ഞു കുട്ടികൾക്ക് അറിയാം ചോദിക്കണെന്താ. സെക്ഷൽ എന്താ പറയാ, എനിക്കതിന്റെ വാക്കറിയില്ല. സെക്സ് എന്നുള്ളത് ഒരു നോർമൽ അർജാണ്. ഏത് മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും തോന്നിയേക്കാം. അപ്പൊ അത് വിവാഹം കഴിഞ്ഞാലേ സെക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ഭയങ്കര ഇപ്പൊ അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഈ പറഞ്ഞ പോലെ അയാൾക്ക് ചെയ്യണമെങ്കിൽ അയാൾ ചെയ്യട്ടെ. എന്തിനാ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്? അതിപ്പോ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടേ സെക്സ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അതൊക്കെയല്ലേ ഇവിടുത്തെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ നാട്ടില്. അതൊക്കെ വേറെ പറയാ നാട്ടിലുള്ള രാജ്യത്താണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടില് അങ്ങനെയൊന്നും. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതേ. ഓക്കെ, ഈസിയാണ്. പെണ്ണിന് കല്യാണമാണോ ജോലിയാണോ വലിയത്? അത് ജോലി തന്നെ വലിയത്. ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നാലാണ് അവൾക്ക് കല്യാണം. അത് കഴിഞ്ഞാലൊക്കെ നടത്താം. അപ്പൊ ഇപ്പൊ മക്കളെ ഡിഗ്രി കഴിയുമ്പോ തന്നെ കെട്ടിക്കാൻ നിങ്ങൾ ധൃതി പിടിക്കുന്നതിന് എന്തോരം പേരൻസ് പഠിക്കാൻ മോശമായിരിക്കും. പഠിക്കാൻ കഴിവുള്ള പെൺപിള്ളേരും പിടിച്ച് കെട്ടിക്കാറുണ്ട്. കല്യാണമാണ് പെൺകുട്ടിയുടെ ജീവിതത്തിൽ. ഇപ്പൊ അമ്മ അതാ ഒരു വീട്ടില് ചിലപ്പോ പെൺപിള്ളേര് 2, 3 ഒക്കെ ഉണ്ടാവുമ്പോ മാതാപിതാക്കൾ എന്തിനും 2, 3 പിള്ളേരുണ്ടെങ്കിൽ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ ഉണ്ടാവും. സ്ത്രീധനം കൊടുക്കണം വേറൊരു ടോക്സിക് കാര്യം വിചാരിച്ചിട്ടൊന്നുമില്ല. അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. പിന്നെ 4-5 പെൺപിള്ളേരുണ്ടെങ്കിൽ കെട്ടിക്കാൻ എന്തിനാ ധൃതി പിടിക്കുന്നേ? 5 പേര് ഒരുമിച്ച് കെട്ടിച്ചൂടെ? ഒരു കൊച്ചിന് 25 വയസ്സാണെങ്കിൽ ഒരു കൊച്ചിന് പിറകെ 22. നമ്മള് നേരത്തെ സംസാരിച്ചതാ, കല്യാണത്തിന് എന്തിനാ ഈ പ്രായം വെക്കുന്നത്? അതിന്റെ റീസൺ എന്താണ്? ഒരു മോള് 2 മോളുണ്ടെങ്കിൽ പ്രശ്നമില്ല. 2-3 മക്കളുള്ള അടുത്ത് ഇങ്ങനെ ചിലപ്പോൾ 21 വയസ്സിലൊക്കെ കെട്ടിച്ചെന്ന് വരും. ബാഡ്. നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് കല്യാണം. അപ്പൊ ഞാൻ അമ്മ ഒരു എക്സാമ്പിൾ നോക്കൂ. എനിക്ക് ഭയങ്കര ജോലി കിട്ടി, ഞാൻ ഒരു പേരുകെട്ട ജേർണലിസ്റ്റ് ആവുന്ന ഒരു ദിവസം എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാനത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ലിവിങ് ടുഗദറിനെ കുറിച്ചുള്ള അഭിപ്രായം? എനിക്കതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്തായാലും കുഴപ്പം? നിനക്കൊന്നിനും കുഴപ്പമില്ല. എന്ത് പറഞ്ഞാലും അവൾക്ക് കുഴപ്പമില്ല. രമ്യ, അതൊക്കെ നമ്മൾ ഒരു ഹെൽത്തി റിലേഷൻ പോകണമെങ്കിൽ ലിവിങ് ടുഗദർ നല്ലതാണ്. ഇപ്പൊ നമുക്ക് ഒരാളെ കൂടെ കുറച്ച് നാൾ ജീവിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഞാൻ വല്ലപ്പോഴും ഒരാളെ കാണുകയാണ്, ഒരു ദിവസം കണ്ട് 2 ദിവസം കണ്ട്, എനിക്ക് അയാൾ അറിയില്ല. ഞാൻ അയാളുടെ കൂടെ ജീവിച്ച് ഞാൻ ജീവിക്കുന്നല്ല കേട്ടോ, ഓനോന് ഉദ്ദേശപ്പെടലേ. ഞാൻ അയാളുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോഴാണല്ലോ ഒരു 2 മാസമൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ ഓക്കെ ഇയാൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ 1 വർഷം ജീവിച്ച് കഴിയുമ്പോൾ ഓക്കെ ഇയാൾ കുഴപ്പമില്ല വെച്ചിട്ട് അവർ ഒഫീഷ്യലി മാരീഡ്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതിലെന്ത് പറഞ്ഞാലും ശരി, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പ്രോഗ്രസീവ് ആവും മമ്മിജി, പ്രോഗ്രസീവ് ആവും. ഇല്ല, ഞാൻ അതിനോട് യോജിക്കില്ല. എന്തുകൊണ്ട് യോജിക്കുന്നില്ല പറയൂ? അതൊക്കെ എന്ത് കല്യാണത്തിന് മുൻപ് വേറെ ആൾക്കാരുടെ കൂടെ പോയി താമസിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കല്യാണം കഴിക്കണേ? കല്യാണം കഴിക്കുന്ന എന്തിനാ? അമ്മ ഒരു കാർ മേടിക്കാൻ പോയാൽ അമ്മയ്ക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടൂലേ? ആദ്യം തന്നെ കാർ എഴുതി തരും. ഇവളുടെ അടുത്ത് പറയാൻ ഞാൻ ആളല്ല. ഞാൻ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഓൾഡ് ജനറേഷൻ പീപ്പിൾസിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു നിർത്തട്ടെ? ഇല്ല, മതി, കട്ട് ചെയ്തോ മതി.
ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പറഞ്ഞു. പലതും ഞങ്ങൾ സെയിം ആയിരുന്നു, പക്ഷെ പലതും കുറെ ഡിഫറെന്റ് ആയിരുന്നു. കാരണം അമ്മയുടെ ജനറേഷനിൽ ഉണ്ടായിരുന്ന ഒരുപാട് മിത്തുകളാണ് അമ്മയിലൂടെ പുറത്തേക്ക് വന്നത്. ഇനിയിപ്പോൾ അമ്മ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും അമ്മ ഇനിയും വയസ്സായാലും ഇതൊക്കെ തന്നെ പറയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ജനറേഷനിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇതുപോലെ വീട്ടിലിരുന്ന് പേരൻസിനായിട്ട് സംസാരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഇടിയും കുത്തും വളകം ഉണ്ടാവുന്നു, പക്ഷെ അത് ഭയങ്കര നോർമൽ ആയിട്ടാണ് അത് പോയത്. അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി റിലേഷൻ പേരൻസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഒരുപാട് സീരീസ് അപ്കമിങ് ആണ്. ഇങ്ങനെ മമ്മി ആൻഡ് മീ എപ്പിസോഡ്സുകൾ ഇനിയും ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺ. ആൻഡ് ഇതുപോലെ തന്നെ വീട്ടിൽ പോയി എല്ലാവരും പേരൻസിനോടും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. റിസ്ക് നിങ്ങൾ തന്നെ എടുക്കണം കേട്ടോ. നിനക്ക് ഞാൻ എന്താ പറയണ്ടേ, പറയൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു ദിസ് യൂട്യൂബ് ചാനൽ. പറ. അത് ഞാൻ പറയില്ല. ഇല്ല, ഞാൻ ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാൻ പറയില്ല.